Newer techniques, microwave, ultrasound and PTC. Dear friends, നമ്മുടെ ഡിസ്കഷനൊക്കെ ഏതാണ്ട് അവസാനിച്ചതാണ്. എന്നിരുന്നാലും നമ്മുടെ ലാസ്റ്റ് മോഡ്യൂളിൽ ന്യൂവർ മെത്തേഡ്സ് ഓഫ് സിന്തസിസ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് നമ്മൾ അതൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അത് നിങ്ങൾക്ക് വലിയ സ്ട്രെയിൻ ഇല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഷോർട്ട് ക്വസ്റ്റ്യൻസോ എസ്സേ ക്വസ്റ്റ്യൻസോ ഒക്കെ വന്നാൽ ആൻസർ ചെയ്യാൻ എളുപ്പം കഴിയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഡിസ്കസ് ചെയ്യാണ് ഈ വീഡിയോയിൽ. ഇവിടെ നമുക്ക് ഗ്രീൻ കെമിക്കൽ മെത്തേഡ്സാണ്. അതായത് നമ്മൾ ഗ്രീൻ കെമിസ്ട്രിയുടെ 12 പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറ്റം ഇക്കോണമിയിൽ. അപ്പോൾ അങ്ങനെ വളരെ ഇക്കണോമിക്കായിട്ടുള്ള ലെസ് എക്സ്പെൻസീവായിട്ടുള്ള അധികം സമയം വേണ്ടാത്ത ഹൈ ടെമ്പറേച്ചറോ പ്രഷറോ ആവശ്യമില്ല, പൊല്യൂഷൻ കുറഞ്ഞ് എനർജി സേവ് ചെയ്യുന്ന, ടൈം സേവ് ചെയ്യുന്ന അങ്ങനെയുള്ള ലെസ് ഹസാർഡസ് ആയിട്ടുള്ള കെമിക്കൽ മെത്തേഡ്സ്, സിന്തറ്റിക് മെത്തേഡ്സ്. അപ്പോൾ അത് നമ്മുടെ നോർമൽ റിയാക്ഷൻസൊക്കെ നടക്കുന്ന കണ്ടീഷനേക്കാളും വളരെ മിനിമം ടൈം ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഈൽഡ് കിട്ടുന്ന അത് നമ്മൾ 3 ടൈപ്പാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് മൈക്രോവേവ് അസിസ്റ്റഡ് ടെക്നിക്സ്. അത് നിങ്ങൾക്കറിയാം, മൈക്രോവേവ് റീജിയൺ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഒരു ഹൈ വേവ് ലെങ്ത് റീജിയൺ അല്ലെങ്കിൽ ലോ എനർജി റീജിയനാണ് മൈക്രോവേവ്. റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, മൈക്രോവേവ് സ്പെക്ട്രം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മൈക്രോവേവ് ഓവനുണ്ട് നമുക്ക്. മൈക്രോവേവ് ഓവൻ നമ്മളിപ്പോൾ വീടുകളിൽ പോലും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ റേഡിയേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധാരണ ഹീറ്റ് ചെയ്യുന്ന റിയാക്ഷൻസ് ഈ മൈക്രോവേവ് വെച്ചിട്ട് വിതിൻ സെക്കൻഡ്സ് നമുക്ക് റിയാക്ഷൻ നടത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് വളരെ ഇക്കണോമിക്കായിട്ടുള്ളൊരു ഗ്രീൻ കെമിസ്ട്രി അപ്രോച്ച് ആയിരിക്കും. പിന്നെ അൾട്രാസൗണ്ട് ടെക്നിക്സ്. നമുക്ക് ഹ്യൂമൻ ഓഡിബിൾ സൗണ്ട് എന്ന് പറയുന്നത് 20 to 20,000 ഹെർട്സ് ആണ്, അല്ലെങ്കിൽ 20 കിലോ ഹെർട്സ് വരെയാണ് നമ്മുടെ മാക്സിമം റേഞ്ച്. അൾട്രാസൗണ്ട് എന്ന് പറയുമ്പോൾ ഈ സൗണ്ട് വേവ്സിനേക്കാളും മുകളിൽ വരുന്നത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 20 കിലോ ഹെർട്സ്, ഗ്രേറ്റർ ദാൻ 20 കിലോ ഹെർട്സ് അല്ലേ. അത് ഇവിടെ എക്സ്പെരിമെൻ്റൽ കണ്ടീഷനിൽ ഒരു 16 കിലോ ഹെർട്സൊക്കെ എടുക്കുന്നുണ്ട്. ആ റേഞ്ചിലൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ചില കെമിക്കൽ റിയാക്ഷൻസ് ഈ സൗണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് ഫേസ് ട്രാൻസ്ഫർ കറ്റാലിസിസ് ആണ്. PTC എന്നാണ് ഷോർട്ടായിട്ട് പറഞ്ഞത്, ഫേസ് ട്രാൻസ്ഫർ കറ്റാലിസിസ്. ഇതിനെക്കുറിച്ച് വളരെ ബ്രീഫായിട്ട് 1-2 എക്സാമ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ അൾട്രാസൗണ്ട് ടെക്നിക്സാണ് ഉപയോഗിക്കുന്നത്. ഇത് സൗണ്ട് ആയതുകൊണ്ട് അതിനെ സോണോ കെമിസ്ട്രി എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ അൾട്രാസൗണ്ട് ടെക്നിക്സ് നിങ്ങൾ ഹീറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു സിമ്പൽ ഉപയോഗിക്കുമായിരുന്നു അല്ലേ. അതുപോലെ അൾട്രാസൗണ്ട് ടെക്നിക്ക് ആണെങ്കിൽ നമ്മൾ ആരോയുടെ മുകളിൽ ഇങ്ങനെ ഒരു സൗണ്ട് വേവ്സിൻ്റെ ഒരു സിമ്പൽ ഉപയോഗിക്കും. ഇത് അപ്പം റിയാക്ഷൻസിൻ്റെ ആരോയിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് അൾട്രാസൗണ്ട് ടെക്നിക്കാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ 2 എക്സാമ്പിളിലേക്ക് പോവുകയാണ്. 1, 2, 3 എക്സാമ്പിൾസ് ഉണ്ട്. ഫസ്റ്റ് ഈസ് എസ്ട്രിഫിക്കേഷൻ. നിങ്ങൾക്ക് അറിയാവുന്ന റിയാക്ഷൻ. എസ്ട്രിഫിക്കേഷൻ എന്ന് വെച്ചാൽ കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും റിയാക്ട് ചെയ്ത് എസ്റ്റർ ആകുന്നതാണ്. അപ്പോൾ സാധാരണ എസ്ട്രിഫിക്കേഷൻ കണ്ടീഷനിൽ നമുക്ക് വേണ്ടുന്ന അത്രയും കാര്യങ്ങളൊന്നുമില്ലാതെ റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിൽ സൗണ്ട് വേവ്സ് ഉപയോഗിച്ച്, അത് നമ്മൾ പറഞ്ഞ പോലെ 16 to 20 ഹെർട്സ്, 20 കിലോ ഹെർട്സ് സൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് എസ്ട്രിഫിക്കേഷൻ നടത്താം. ദെൻ കംസ് സാപ്പോണിഫിക്കേഷൻ. സാപ്പോണിഫിക്കേഷൻ എന്ന് വെച്ചാൽ എസ്റ്റർ ഹൈഡ്രോളിസിസ് യൂസിങ് സോഡിയം ഹൈഡ്രോ. സോപ്പിൻ്റെ മാനുഫാക്ചറിൽ നമ്മൾ പഠിച്ച പ്രോസസ്സാണ് സാപ്പോണിഫിക്കേഷൻ. സോഡിയം സോൾട്ട് ഓഫ് ഫാറ്റി ആസിഡ് ഉണ്ടാകുന്നതാണ് സാപ്പോണിഫിക്കേഷൻ. അപ്പോൾ ഒരു എസ്റ്റർ, ഇവിടെ ഒരു പർട്ടിക്കുലർ എക്സാമ്പിളായിട്ട് നമ്മൾ ഒരു മീഥൈൽ എസ്റ്ററാണ്. ഇവിടുത്തെ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത് 2,4-ഡൈമീഥൈൽ ബെൻസോയിക് ആസിഡാണ്. അപ്പം മീഥൈൽ എസ്റ്റർ, ഇറ്റ് ഈസ് മീഥൈൽ എസ്റ്റർ ഓഫ് 2,4-ഡൈമീഥൈൽ ബെൻസോയിക് ആസിഡ്, അല്ലെങ്കിൽ മീഥൈൽ 2,4-ഡൈമീഥൈൽ ബെൻസോയേറ്റ്. അത് സോഡിയം ഹൈഡ്രോക്സൈഡാണ് സാപ്പോണിഫിക്കേഷൻ ചെയ്യുന്നത്. അവിടെ 20 കിലോ ഹെർട്സ്. നമുക്ക് ഈ സിമ്പലും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കവിടെ കിട്ടുന്നത് എസ്റ്ററിനെ ഹൈഡ്രലൈസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് കിട്ടും. ഇവിടെ 2,4-ഡൈമീഥൈൽ ബെൻസോയിക് ആസിഡാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി ഒരു റിയാക്ഷനും കൂടെ, ഇതും വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇതിലേതാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്.
അടുത്തത് നമ്മൾ ഹൈഡ്രോളിസിസും കൂടെയാണ് പറയുന്നത്. സയനൈഡ്, അതായത് ബെൻസോ നൈട്രൈൽ എന്ന് പറയും. ബെൻസോ നൈട്രൈൽ അല്ലെങ്കിൽ ഫിനൈൽ സയനൈഡ് എന്ന് നമുക്ക് പറയാം. ഫിനൈൽ സയനൈഡിനെ ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ COOH ഗ്രൂപ്പ് ആവും, ബെൻസോയിക് ആസിഡായിട്ട് മാറ്റും. H2O വാട്ടർ മീഡിയത്തിലാണ് ആൽക്കലി NaOH വെച്ച് ഹൈഡ്രലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതേ അൾട്രാസൗണ്ട് വേവ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ഹൈഡ്രോളിസിസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 3 റിയാക്ഷൻസ് അൾട്രാസൗണ്ട് ടെക്നിക്സിനെ കുറിച്ച്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, ഷോർട്ട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിലോ അതൊരു എസ്സേയുടെ പാർട്ടായിട്ട് വരുവാണെങ്കിലോ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. ഓക്കെ, ഇനിയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫേസ് ട്രാൻസ്ഫർ കറ്റാലിസിസ് ആണ്. ഫേസ് ട്രാൻസ്ഫർ കറ്റാലിസിസ് PTC എന്ന് ഷോർട്ടായിട്ട് പറയും. അങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവും PTC എന്താണ്. ഇറ്റ് ഈസ് എ ഗ്രീൻ കെമിക്കൽ അപ്രോച്ച് യൂസിങ് phase transfer catalyst. ഈ C stands for catalyst and the process is catalysis. അപ്പോൾ എന്താണ് PTC അല്ലെങ്കിൽ ഫേസ് ട്രാൻസ്ഫർ കറ്റാലിസിസ്? ദറ്റ് ഈസ് നോർമലി കാറ്റലിസ്റ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? റിയാക്ഷൻ റേറ്റ് കൂട്ടുക. അപ്പോൾ ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുകയാണ് ബൈ യൂസിങ് എ കാറ്റലിസ്റ്റ്. പക്ഷേ ആ കാറ്റലിസ്റ്റ് എന്താണ്? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റിനപ്പുറം ഇവിടെ ഒരു ഫേസ് ട്രാൻസ്ഫർ കാറ്റലിസ്റ്റാണ്. So acceleration of a reaction rate or acceleration of a reaction caused by the addition of a phase transfer catalyst. അതാണ് PTC. ഇവിടെ എന്തിനാണ് ഈ ഫേസ് ട്രാൻസ്ഫർ കാറ്റലിസ്റ്റ് നമ്മൾ ഉപയോഗിച്ചത്? അപ്പോൾ 2 ഡിഫറെൻറ്റ് ഫേസ് അവിടെ ഉണ്ട്. യൂഷ്വലി നമ്മളെടുക്കുന്ന റിയാക്റ്റൻ്റ് ഓർഗാനിക് സോൾവെൻറ്റിൽ സോലിബിളായിരിക്കും. ഇപ്പോൾ നമ്മളൊരു ഓർഗാനിക് കോമ്പൗണ്ടാണ് എടുക്കുന്നതെന്ന് വയ്ക്കുക. ഇപ്പോൾ ആൽക്കഹോൾ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ആൽഡിഹൈഡ് എടുക്കുന്നു. ആൽക്കഹോളിനേക്കാളും നല്ലത് നമുക്ക് ആൽഡിഹൈഡ് പറയാം. ആൽഡിഹൈഡ് ഓർഗാനിക് സോൾവെൻറ്റിൽ ഡിസോൾവ് ആകും. പിന്നെ നമ്മൾ ഹൈഡ്രോളിസിന് സോഡിയം ഹൈഡ്രോക്സൈഡാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൽക്കലി മെറ്റൽ സോൾട്ടോ അങ്ങനെ എന്തെങ്കിലും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോഡിയം സയനൈഡ് അങ്ങനെ എടുക്കുക. അപ്പോൾ അത് വാട്ടർ സോലുബിളായിരിക്കും. അപ്പോൾ റിയാക്റ്റൻ്റ് ഓർഗാനിക് സോൾവെൻറ്റിലും റിയേജൻ്റ് വാട്ടറിലും ഡിസോൾവ് ചെയ്യുന്നു. അപ്പോൾ 2 ഫേസിലാണ് ഡിസോൾവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷൻ നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ആ ഇൻ്റർഫേസിലായിരിക്കും അവിടെ റിയാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് റേറ്റ് വളരെ കുറവായിരിക്കും, ഈൽഡും വളരെ കുറവായിരിക്കും. അത് സാധാരണ നടക്കുന്ന റിയാക്ഷൻസാണ്. അപ്പോൾ നമ്മളവിടെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ചിലവേറിയ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്താലേ ആ റിയാക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം കേസസിൽ നമുക്കൊരു കാറ്റലിസ്റ്റിനെ ചൂസ് ചെയ്യാം. ആ കാറ്റലിസ്റ്റ് എന്തായിരിക്കും? റിയാക്റ്റൻറ്റിലും ഓർഗാനിക് സോൾവെൻറ്റിലും വാട്ടറിലും ഒരുപോലെ സോലിബിളായിരിക്കണം. അപ്പോൾ ഓർഗാനിക് സോൾവെൻറ്റിലും വാട്ടറിലും ഒരുപോലെ സോലിബിളാണെങ്കിൽ നിങ്ങൾ സർഫസ് കെമിസ്ട്രിയിൽ മിസ്സെല്ലി ഫോമേഷൻ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. മിസ്സെൽസ് അതെന്ന് പറയുന്നത് അതിന് ഒരു പോളാർ എൻഡും ഒരു നോൺ പോളാർ ടെയിലും കാണും. ഇതൊരു പോളാർ മോളിക്യൂളായിരിക്കും. അപ്പം അതെന്താണ്? ഈ പോളാർ എൻഡ് വാട്ടർ ലവിങ് ആയിരിക്കും, ഇത് വാട്ടറുമായിട്ട് ആക്ട് ചെയ്യും. ഇതെന്ന് പറയുന്നത് നോൺ പോളാർ ആയിരിക്കും, അത് ഓർഗാനിക് സോൾവെൻറ്റുമായിട്ട് ആക്ട് ചെയ്യും. ഇങ്ങനെ അപ്പം ഈ ഒരു കാറ്റലിസ്റ്റിന് തന്നെ ഒരു വാട്ടർ ലവിങ് എൻഡും ഒരു ഓർഗാനിക് ലവിങ് എൻഡും, ഇത് ഓർഗാനിക് പാർട്ടിൽ സോലുബിളായിരിക്കും, ഇത് വാട്ടറിൽ സോലുബിളായിരിക്കും. അങ്ങനെയുള്ള ഒരു കാറ്റലിസ്റ്റാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പം അത് 2 സോൾവെൻറ്റിനെയും കൂടെ കണക്ട് ചെയ്ത് ആ കാറ്റലിസ്റ്റ് സർഫസിൽ റിയാക്ഷൻ നടക്കുകയും ചെയ്യും. ഓക്കെ, സോ ഫേസ് ട്രാൻസ്ഫർ കാറ്റലിസ്റ്റ് ഈസ് എ കാറ്റലിസ്റ്റ് വിച്ച് ഈസ് സോലുബിൾ ബോത്ത് ഇൻ ഓർഗാനിക് സോൾവെൻറ്റ് ആൻഡ് വാട്ടർ, where the reactant or reagent is either soluble in organic solvent or in water. അങ്ങനെയുള്ള കേസിലാണ് അത് വരിക. അപ്പോൾ ഇതിനെ സാധാരണയായിട്ട് നമ്മൾ ഫേസ് ട്രാൻസ്ഫർ കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് അയോണിക് സോൾട്ട്സ് ആയിരിക്കും. കാരണം അതിനകത്ത് അയോൺസ് വേണം. പക്ഷേ അയോണിക് സോൾട്ട് ആണെങ്കിലും അതിനൊരു നോൺ പോളാർ എൻഡും കൂടെ വേണം. അത് മിക്കവാറും ക്വാട്ടേർണറി അമോണിയം സോൾട്ട്സ് ആണ്. അതായത് നിങ്ങൾ അമോണിയം സോൾട്ട് എന്ന് പറയുന്നത് നൈട്രജനിൽ 4 ഹൈഡ്രജൻ പ്ലസും Cl മൈനസും വരുന്നതാണ്. അപ്പോൾ ഈ 4 ഹൈഡ്രജന് പകരം ആൽക്കൈൽ റാഡിക്കൽ എന്ന് പറയുന്നത് എത്രത്തോളം ബൾക്കി ആയിട്ടുള്ള ആൽക്കൈൽ റാഡിക്കലാണോ അത്രയും ബെറ്റർ ആയിരിക്കും. ആ നോൺ പോളാർ പാർട്ട് അത്രയും ബൾക്കി ആണെങ്കിൽ അത്രയും ഇഫക്റ്റീവ് ആയിരിക്കും ആ കാറ്റലിസ്റ്റ്. അതാണ് ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത്. നോർമൽ ബ്യൂട്ടൈൽ 4 ടൈംസ് വരുവാണെങ്കിൽ, ബ്യൂട്ടൈൽ റാഡിക്കൽ
ബ്യൂട്ടൈൽ റാഡിക്കൽ നൈട്രജൻ്റെ കൂടെ ബ്യൂട്ടൈൽ റാഡിക്കൽ 4 times വന്നിട്ട് അങ്ങനെ ഒരു ക്വാട്ടേണറി അമോണിയം സോൾട്ട് വന്നാൽ ദാറ്റ് ഈസ് ബെറ്റർ ദാൻ ദി ട്രൈ ആൽക്കൈൽ ഡെറിവേറ്റീവ്. NH4+Cl- പകരം NCH3 4+Cl-. ഇത് ഒരു ഫേസ് ട്രാൻസ്ഫർ കാറ്റലിസ്റ്റ് ആണ്. പക്ഷേ ഇവിടെ CH3യേക്കാളും ഇഫക്റ്റീവ് ആയിരിക്കും ഒരു ബ്യൂട്ടൈൽ ഗ്രൂപ്പാണ് വന്നിട്ടുള്ളതെങ്കിൽ, ദാറ്റ് ഈസ് C4H9 ഗ്രൂപ്പ്. C2H5 C3H7 C4H9 ദാറ്റ് ഈസ് ബ്യൂട്ടൈൽ ഗ്രൂപ്പ്. അപ്പം അങ്ങനെയാണ് അതിൽ. അതുപോലെ തന്നെ ഇത് മിക്സ്ഡ് ആയിട്ട് ഇപ്പോൾ ഒരു CH3യും ഒരു 3 ഈഥൈൽ ഗ്രൂപ്പും, അതായത് ഈ 4 ഗ്രൂപ്പും ഒന്ന് വരുന്നതിന് പകരം ഒരു CH3യും പിന്നെ C2H5 ഒരു 3 എണ്ണം വന്നിട്ട് അങ്ങനെ അമോണിയം ഫോം ചെയ്തിട്ട് Cl- വന്നാൽ അതും കുറച്ചുകൂടെ ഇഫക്റ്റീവായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സാമ്പിളാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ. C6H5CO Cl that is soluble in organic solvent. NaCN sodium cyanide soluble in aqueous solvent. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ടെട്രാ ബ്യൂട്ടൈൽ അമോണിയം ക്വാട്ടേണറി അമോണിയം സോൾട്ടാണ്. ഇതെന്ന് പറയുന്നത് ഇത് കോംപ്ലക്സ് അയോണാണ് Cl-. ദാറ്റ് ഈസ് ദ ഫേസ് ട്രാൻസ്ഫർ കാറ്റലിസ്റ്റ്. അവിടെ നമുക്ക് കിട്ടുന്നത് ഈ Cl മാറിയിട്ട് CN. നമുക്കറിയാം സോഡിയം സോൾട്ടൊക്കെ വാട്ടർ സോലുബിളാണ്. ഇത് ഓർഗാനിക് ബെൻസോയിൽ ക്ലോറൈഡാണ്, ഓർഗാനിക് സോൾവെൻറ്റിലാണ് സോലുബിൾ. അപ്പം ഈ കാറ്റലിസ്റ്റ് രണ്ടിലും സോലുബിൾ ആയതുകൊണ്ട് ഈ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ വെച്ചിട്ട് ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുകയാണ് C6H5COCN. ബെൻസോയിൽ സയനൈഡ് കിട്ടുന്നു, ബാക്കി NaCl. ഓക്കെ, ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ എ ഫേസ് ട്രാൻസ്ഫർ കാറ്റലിസ്റ്റ്. നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീണ്ടും റിയാക്ഷൻസ് നിങ്ങൾക്ക് നോക്കി പഠിക്കാം. ഞാൻ ഏറ്റവും ആവശ്യമുള്ള 1-2 റിയാക്ഷൻസ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മൈക്രോവേവ് അസിസ്റ്റഡ് ഓർഗാനിക് സിന്തസിസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോവേവ് ദാറ്റ് ഈസ് ദ ലോങ്ങർ വേവ് ലെങ്ത് റീജിയൺ ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. റേഡിയോ വേവ്സിന് തൊട്ടടുത്തുള്ളതാണ്. റൊട്ടേഷണൽ സ്പെക്ട്രത്തിന് കാരണമായ റേഡിയേഷനാണ്. അപ്പം ഇത് നമ്മൾ ചെയ്യുന്നത് 2 കണ്ടീഷനിലാണ് ചെയ്യുന്നത്. ഒന്നുകിൽ സോൾവെൻറ്റ് മീഡിയം മൈക്രോവേവ് ആക്റ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ സോളിഡ് സപ്പോർട്ട്. അപ്പം മൈക്രോവേവ് ആക്റ്റീവായിട്ടുള്ള സോൾവെൻ്റ് എന്ന് പറയുമ്പം അതിന് 2 കണ്ടീഷൻ വേണം. ഒന്ന്, അതിന് ഡൈപോൾസ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് വളരെ കൂടുതലായിരിക്കണം. വാട്ടർ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഓർഗാനിക് സോൾവെൻറ്റ്സ് ഇവിടെ ഉപയോഗിക്കാം. അതിൽ ഒരു ഓർഗാനിക് സോൾവെൻറ്റ് DMF എന്നാണ് പേര്, ദാറ്റ് ഈസ് NN ഡൈമീഥൈൽ ഫോമമൈഡ്. NN ഡൈമീഥൈൽ ഫോമമൈഡ്. അത് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 160 ഡിഗ്രി സെൽഷ്യസ് ആണ്, അതുപോലെ ഹൈ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റും ആണ്. അപ്പോൾ ഹൈലി പോളാറായിട്ടുള്ള സോൾവെൻറ്റ്സ് ആണ് ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാട്ടർ മീഡിയത്തിലും അതുപോലെ തന്നെ ഓർഗാനിക് സോൾവെൻറ്റ് മീഡിയത്തിലും ഈ റിയാക്ഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എല്ലാ ഗ്രീൻ കെമിസ്ട്രിയിൽ നമ്മൾ എന്താണോ എയിം ചെയ്യുന്നത് അതെല്ലാം ഇവിടെ കിട്ടും. എനർജി സേവിങ് ആണ്, അതുപോലെ പൊല്യൂഷൻ നോ പൊല്യൂഷൻ, നോ വേസ്റ്റേജ് ഓഫ് കെമിക്കൽസ്, ടൈം സേവ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഡ്രാസ്റ്റിക് കണ്ടീഷൻസ് ആവശ്യമില്ല, ഹൈ ടെമ്പറേച്ചറും പ്രഷറും ഒന്നും ആവശ്യമില്ല. ഈ മൈക്രോവേവ് സെറ്റപ്പിൽ നമുക്ക് ആ റിയാക്ഷൻ നടത്താം. നേരെ നമ്മൾ റിയാക്ഷൻസിലേക്ക് പോവുകയാണ്. ഒന്ന് അക്വസ് മീഡിയത്തിൽ ചെയ്യുന്ന റിയാക്ഷൻ. അതിന് എക്സാമ്പിൾ ഹൈഡ്രോളിസിസ് റിയാക്ഷനാണ്. 2 ഹൈഡ്രോളിസിസ് റിയാക്ഷൻസാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഒന്ന്, മൈക്രോവേവ് ഉപയോഗിച്ച് നോക്കൂ, 2 minutes മതി. നമ്മൾ സാധാരണഗതിയിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടാണോ ഈ ഹൈഡ്രോളിസിസ് എത്ര നേരം റിഫ്ലെക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഹീറ്റ് എന്തുമാത്രം വേസ്റ്റ് ആകും, അതുപോലെ തന്നെ ടൈം എന്ത് വേസ്റ്റ് ആകും, പിന്നെ പ്രോഡക്റ്റ് ഈൽഡ് വളരെ കുറവായിരിക്കും. ഇതിനെല്ലാം നമുക്ക് ഓവർകം ചെയ്യാം. ഒരു 2 minute കൊണ്ട് മൈക്രോവേവ് ഓവനിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബെൻസൈൽ ആൽക്കഹോൾ. ഈൽഡ് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 97% ഈൽഡാണ് കിട്ടുന്നത്. അത്രയ്ക്കും രസകരമായിട്ടുള്ള ഇക്കണോമിക്കായിട്ടുള്ള ഒരു പ്രോസസ്സാണത്. അപ്പം ഇനി നമ്മൾ ഒരു പക്ഷേ ഇനി അങ്ങോട്ട് ഈ സാധാരണ കെമിക്കൽ റിയാക്ഷൻസ് നിങ്ങൾ ഈ പഠിക്കുന്ന ഓർഗാനിക് കെമിസ്ട്രി റിയാക്ഷൻസൊക്കെ
തള്ളിക്കളഞ്ഞിട്ട് ഇങ്ങനെയുള്ള ടെക്നിക്സിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ കുറേ വർഷം കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഇതായിരിക്കും പഠിക്കാനുള്ളത്, മറ്റതൊക്കെ. പക്ഷേ എന്നാലും ആ ബേസിക് എന്താണ് അവിടെ റിയാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് റിയാക്ഷൻ എന്നുള്ള അതിൻ്റെ തിയററ്റിക്കൽ പാർട്ട് അറിയണം. പിന്നെ എക്സ്പെരിമെൻ്റൽ പാർട്ട് നമുക്ക് ഇതുപോലെയുള്ള മെത്തേഡ്സ് ഉപയോഗിക്കാം. എനിവേ, രണ്ടാമത്തെ നമ്മൾ വേറൊരു ഹൈഡ്രോളിസിസാണ് പറയുന്നത്, ബെൻസമൈഡ് C6H5CO2. അവിടെ ഈ ഹൈഡ്രോളിസ് നടത്താൻ ഒരു 20% സൾഫ്യൂരിക് ആസിഡ് വേണം. ദെൻ അക്വസ് മീഡിയം ആണല്ലോ ഇത് MW എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന മൈക്രോവേവ് ആണ്. ഇവിടെ ഏതാണ്ട് ഒരു 7 മിനിറ്റ്സ് എടുക്കണം. അപ്പോൾ അമൈഡ് കാർബോക്സിലിക് ആസിഡായിട്ട് മാറും. സോ ബെൻസമൈഡ് ഈസ് ഹൈഡ്രലൈസ്ഡ് ടു ബെൻസോയിക് ആസിഡ് ആൻഡ് ദ ഈൽഡ് ഈസ് 99%. വെരി ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇനി നമുക്ക് ഓർഗാനിക് സോൾവെൻറ്റ്സ് നോക്കാം. ഓർഗാനിക് സോൾവെൻറ്റ്സ് ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു DMF ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഓർഗാനിക് സോൾവെൻറ്റ്സിൽ റിയാക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ എസ്ട്രിഫിക്കേഷനാണ് നമ്മളെടുത്ത്, ആസിഡും ആൽക്കഹോളും. പക്ഷേ അവിടെ ഈ എസ്ട്രിഫിക്കേഷനിൽ ഒരു ഡീഹൈഡ്രേഷൻ, വാട്ടർ റിമൂവ് ചെയ്യണം. അതുകൊണ്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വളരെ ഒരു കാറ്റലിറ്റിക് എമൗണ്ട് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് ഈ മൈക്രോവേവ് സിന്തസിസ് ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ്ട് 6 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടുകയാണ്. എന്താ കിട്ടുന്നത്? ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് പ്രൊപ്പൈൽ ആൽക്കഹോളാണ്. പ്രൊപ്പൈൽ ആൽക്കഹോളും അതുപോലെ തന്നെ ബെൻസോയിക് ആസിഡുമാണ്. സോ എന്താ കിട്ടുക? പ്രൊപ്പൈൽ ബെൻസോയേറ്റ് പ്രോഡക്റ്റ് കിട്ടി. പക്ഷേ നമ്മൾ സാധാരണ ലാബറട്ടറി റിയാക്ഷനിനേക്കാളും നല്ല ഈൽഡാണ്, 70% ഈൽഡ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് അത്രയും ഇല്ലെങ്കിൽ പോലും എസ്ട്രിഫിക്കേഷനും ഒരു നല്ല ഈൽഡിൽ ഈ റിയാക്ഷനിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഫ്രൈസ് റീഅറേഞ്ച്മെൻറ്റ് നോക്കൂ. എസ്റ്റേഴ്സ്, ബെൻസൈൽ CH3COO C6H5 എസ്റ്ററിൽ ഈ COCH3 ഗ്രൂപ്പ് മൈഗ്രേറ്റ് ചെയ്ത് ഓർത്തോ പൊസിഷനിൽ പോകുന്നതാണ് നമ്മൾ ഫ്രൈസ് റീഅറേഞ്ച്മെൻറ്റ് പഠിച്ചത്. അപ്പോൾ ആ ഫ്രൈസ് റീഅറേഞ്ച്മെൻറ്റിന് നമ്മൾ എന്തൊക്കെ എക്സ്പെരിമെൻ്റൽ കണ്ടീഷനാണോ അവിടെ ഉപയോഗിക്കുന്നത് അതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന ഒരു 2 മിനിറ്റ് മൈക്രോവേവ് റിയാക്ഷൻ കൊണ്ട് നമുക്ക് ഫ്രൈസ് റീഅറേഞ്ച്മെൻറ്റ് നടത്തിയെടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സോളിഡ് ഫേസ്, അത് വളരെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് ചുരുക്കി പറയാണ്. സോളിഡ് ഫേസ് അവിടെ ഇവിടെ നമ്മൾ അക്വ സോൾവെൻറ്റും അതുപോലെ തന്നെ ഓർഗാനിക് സോൾവെൻറ്റും ഉപയോഗിക്കുന്ന കേസസാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് മൈക്രോവേവ് അസിസ്റ്റഡ് സിന്തസിസിൽ. ഇനി സോളിഡ് ഫേസ് ടെക്നിക്സ് ആണ്, സോളിഡ് ഫേസ് മൈക്രോവേവ് ടെക്നിക്സ്. ഇവിടെ ജനറലായിട്ട് നമ്മൾ അരീൻസിനെ പറയണം, ഹൈഡ്രോ കാർബൺസ് എടുക്കുന്നു, ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്, അതിനെ കീറ്റോണായിട്ട് മാറ്റുന്നു. ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ സോൾവെൻ്റ് ഇല്ല. അതായത് ലിക്വിഡ് ഓർഗാനിക് ആയാലും അക്വസ് ആയാലും സോൾവെൻ്റ് ഇല്ല. പകരം ഏത് മെറ്റീരിയലാണോ ഈ പ്രോസസ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്, ഇവിടെ ഓർഗാനിക്, നമുക്കിവിടെ കേമനോഫർ എന്ന് പറയുന്നത് അതിൻ്റെ ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. അപ്പോൾ ഈ ഓക്സിഡൈസിങ് ഏജൻറ്റ് Al2O3 സപ്പോർട്ട്, മിക്കവാറും ഇങ്ങനെയുള്ള കേസിലെല്ലാം അലുമിനിയം ആയിരിക്കും ഈ റിയാക്ഷന് ഈ മൈക്രോവേവ് ടെക്നിക്കിനെ അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യുന്നിടത്തെല്ലാം ഈ അലുമിന വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ട് കേമനോഫോറും ഈ അലുമിനയാണ് ഈ മൈക്രോവേവ് ആക്റ്റീവായിട്ട് അവിടെ വരുന്നത്. അങ്ങനെ അരീൻസിനെ നമുക്ക് കീറ്റോൺസ് ആക്കി മാറ്റാം. ഏകദേശം ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 2 ബെൻസീൻ റിങ്സ് ജോയിൻഡ് ബൈ എ 5-membered ring, ഒരു ഫ്യൂസ്ഡ് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. അതിനെ ഇതേ ടെക്നിക്ക് ഉപയോഗിച്ച് ഒരു 10 to 30 മിനിറ്റ്സ് വെച്ചിരുന്നാൽ, മൈക്രോവേവ് ഓവനിൽ വെച്ചാൽ നമുക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് കീറ്റോൺ ആയിരിക്കും. മറ്റൊരു റിയാക്ഷൻ, ഇൻട്രസ്റ്റിംഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ പല ഓർഗാനിക് സിന്തസിസിലും ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പ്, ആൽക്കഹോൾ ഗ്രൂപ്പ്, അമിനോ ഗ്രൂപ്പ്, ഇതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫർദർ റിയാക്ഷൻസ് നടത്തുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അമീൻസിനെ നമ്മൾ അസറ്റൈലേറ്റ് ചെയ്തിട്ട് അതിൽ ബെൻസോയിലേറ്റ് ചെയ്തിട്ടാണ് ഫർദർ റിയാക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഈ പ്രൊട്ടക്റ്റിംഗ് ഗ്രൂപ്പിനെ നമുക്ക് ഡിറ്റാച്ച് ചെയ്യണം. അങ്ങനെ അതിനെയാണ് ഡി അസറ്റൈലേഷൻ അല്ലെങ്കിൽ ഡി ബെൻസോയിലേഷൻ. ഈ ബെൻസോയിൽ ഗ്രൂപ്പും അസറ്റൈൽ ഗ്രൂപ്പുമൊക്കെ നമ്മൾ തിരിച്ച് മാറ്റുക. അങ്ങനെ ചെയ്യുന്നതിന് സാധാരണ നമുക്ക് മണിക്കൂറുകളോളം, ദിവസങ്ങളോളം ചിലപ്പോൾ റിഫ്ലെക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഉള്ള ഡി അസറ്റൈലേഷനും ഡി ബെൻസോയിലേഷനും ഒക്കെ സോളിഡ് സപ്പോർട്ട് ആയിട്ട് അലുമിന ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതാണ്ട് ഒരു 40 സെക്കൻഡ്സ് അല്ലെങ്കിൽ അതുപോലെ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ
ഈ ഡീബെൻസോയിലേഷൻ ഡീഅസറ്റൈലേഷൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ബെൻസാൾഡിഹൈഡിൻ്റെ ഡൈ അസറ്റേറ്റിനെ ഈ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 40 സെക്കൻഡ്സിൽ ഡീഅസറ്റൈലേറ്റ് ചെയ്ത് പ്യുവർ ബെൻസാൾഡിഹൈഡിനെ പ്രിപ്പയർ ചെയ്യാം. ഈ ഗ്രീൻ കെമിസ്ട്രി ടെക്നിക്സിലെല്ലാം നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ എപ്പോഴും ഹൈലി പ്യുവറായിട്ടുള്ള, അതായത് ഇമ്പ്യൂരിറ്റീസ് വളരെ കുറവായിരിക്കും. ഇവിടെ സാധാരണ ചെയ്യുന്ന കെമിക്കൽ സിന്തറ്റിക് പ്രൊസീജിയേഴ്സിനേക്കാളും പ്യുവറായിട്ടുള്ള ടെക്നിക്സ് ആയിരിക്കും ഈ ഗ്രീൻ കെമിക്കൽ ടെക്നിക്സ്. ഓക്കെ, ഇതെല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഇനിയും ഇമ്പോർട്ടൻ്റ് തോന്നുന്ന ചില പോർഷൻസ് നമ്മൾ പറയാതെ ഉണ്ടെങ്കിൽ അത് ഞാൻ വീണ്ടും വീഡിയോ ഇടാം. നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിൽ അതൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാം. ഇത് ഇച്ചിരി ലെങ്തിയാണ്. ഇത് നിങ്ങൾ സമയമെടുത്ത് മനസ്സിലാക്കി പഠിച്ചാൽ മതി. പഠിച്ചവർക്ക് ബുദ്ധിമുട്ടില്ല. അല്ലാതെ നിങ്ങൾക്ക് ഇനിയും ഈ വീഡിയോ കണ്ടാണ് പഠിക്കുന്നതെങ്കിൽ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, ഗുഡ് നൈറ്റ്.